ധൈര്യം പോലും ഇല്ല. ഒന്നാണ്. കാരണം അങ്ങനെ രണ്ടൊന്നുമില്ല, ദ്വൈതമല്ല, അദ്വൈത സിദ്ധാന്തമാണ് നമ്മുടെ സിദ്ധാന്തം. അത് കുട്ടികളെ ആണെങ്കിലും പറഞ്ഞു പഠിപ്പിക്കേണ്ടത് എല്ലാം ഒന്നാണെന്ന് പറഞ്ഞു പഠിപ്പിക്കണം. ഇവിടെ വ്യത്യസ്തപ്പെട്ട രൂപങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ വ്യത്യസ്തപ്പെട്ട രൂപങ്ങളിൽ വ്യത്യസ്തപ്പെട്ട ആൾക്കാരായ ഭഗവാനായിട്ട് നമ്മൾ കണ്ടാൽ അവിടെ നമുക്ക് പരാജയമാണ്. ഭക്തി, വിരക്തി, ഭഗവത് പ്രബോധം, ഈ മൂന്നും നമുക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. ഇത് കിട്ടണമെങ്കിൽ എല്ലാം ഒന്നാണെന്നുള്ള പൂർണ്ണ അവയർനെസ് ഉണ്ടാകണം. ഈ അവയർനെസ് ആണ് നമ്മളെ മുന്നോട്ട് വലിയ മഹാന്മാരാക്കി മാറ്റുന്നത്. മറ്റു അന്യർക്ക് ഗുണം ചെയ്വതിന് ആയുസ്സും വകുസ്സും എന്ന് ഭഗവാൻ പറയുന്നില്ലേ? അപ്പോൾ ആ ഒരു ആപ്തവാക്യത്തിൽ തന്നെ ആലോചിച്ച് നോക്കൂ. മറ്റുള്ളവരുടെ ക്ഷേമത്തിന് വേണ്ടി എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യുവാൻ നമ്മൾ പ്രാപ്തരാണെങ്കിൽ ആ സെക്കൻഡിൽ തൊട്ട് നമുക്ക് നന്മ വരാൻ തുടങ്ങും. നന്മ വരണം എന്ന് നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നതല്ല. ഞാനിന്ന് രാവിലെ ഈ കാര്യത്തെക്കുറിച്ച് ഇവിടെ പറയുകയുണ്ടായി. നന്മ വരണം എന്ന് ചിന്തിച്ച് ഞാനും എൻ്റെ കുട്ടിയോളും എൻ്റെ കെട്ടിയോളും ആകരുത്. ജീവിതം അന്യർക്ക് ഗുണം ചെയ്യുന്നത് ആയുസ്സും വകുസ്സും, ആയുസ്സും നമ്മുടെ കഴിവുകളും ഒക്കെ മറ്റുള്ളവർക്ക് വേണ്ടി ഒരു ഗുണത്തിന് വേണ്ടി കർമ്മങ്ങൾ ചെയ്തേ. അതാണ് ഭാഗവതത്തിൽ പറയുന്നത്. ധർമ്മപ്രോൽജിത കൈതവോത്ര പരമോ നിർമ്മത്സരാണ സദാം വേദ്യം വാസ്തവം അത്ര വസ്തുശിവതം താപത്രയോന്മൂലന ശ്രീമദ് ഭാഗവതേ മഹാമുനികൃതേ കിംവാവരേ ഈശ്വരോ സദ്യകൃത്യ അവരുദ്ധ്യതേത്ര കൃതവി ശുശ്രൂക്ഷ വീക്ഷണാത് എന്ന് പറയുന്നത്. അതായത് ഇവിടെ ധർമ്മം എന്ന് പറയുന്നതിന് തൊട്ടിങ്ങേ പറയുന്ന അന്യവർക്ക് ഗുണമാണ്. മറ്റുള്ളവരുടെ ഗുണത്തെക്കുറിച്ച് ആരെവിടെ മനസ്സർപ്പിക്കുന്നുവോ അവിടെ സാക്ഷാൽ ഗുരുദേവനുണ്ടാവും. എനിക്ക് എൻ്റേതെന്ന് പറയുമ്പോൾ എൻ്റെ സ്വാർത്ഥ ചിന്തകളായി. എൻ്റെ ചിന്തകളിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നീ നിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തനാണല്ലോ, പിന്നെ എനിക്ക് എൻ്റെ ആവശ്യമില്ലല്ലോ. പക്ഷേ ഞാൻ പ്രൊഡക്ഷനാക്കി അല്ലെങ്കിൽ എന്നാൽ തന്നെ ഉജ്ജീവിപ്പിക്കപ്പെട്ട ഈ കാണുന്ന ചരാചരങ്ങളിലെല്ലാം ചരിക്കുന്നതും ചരിക്കാത്തതുമായത്, അതായത് നടക്കുന്നതും നടക്കാത്തതുമായിട്ടുള്ള സസ്യജന്തുക്കൾക്കും മനുഷ്യർക്കും മറ്റ് ഇത്യാദികൾക്കെല്ലാം അംശമായ നമ്മുടെ ഈ ചെറിയ കഴിവ് കൊണ്ട് അല്ലെ നമ്മുടെ ഈ ചെറിയ ജീവിതത്തിൽ എന്തെങ്കിലും നന്മകൾ ചെയ്യാൻ സാധിക്കുമോ എന്ന് എവിടെ മനസ്സിനെ ഉയർത്തുന്നുവോ അവിടെ തൊട്ട് നമ്മുടെ ജീവിതം അഭിവൃദ്ധിപ്പെടും. ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല, അനുഭവങ്ങൾ കൊണ്ട് ചെയ്യാൻ തുടങ്ങിയ സ്വാർത്ഥരായിട്ടുള്ള മനുഷ്യർ ഇത് പറഞ്ഞു കേട്ടിട്ട് പലപ്പോഴും ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പല ക്ഷേത്രങ്ങളിൽ ഞാൻ പോകുന്നതുകൊണ്ട് ഞാനിത് വളരെ സ്പഷ്ടമായിട്ട് പറയും. എനിക്ക് വേണേൽ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു നിങ്ങളുടെ കാര്യങ്ങൾ അതല്ല. കർമ്മങ്ങളിലൂടെ ഉടലെടുക്കുന്ന നമ്മുടെ സംസ്കാരങ്ങൾ, അതായത് കർമ്മത്തിലൂടെയാണ് നമ്മുടെ എല്ലാം പ്രവൃത്തിയുടെ ഫലവും അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇവിടെ സുഖദുഃഖം സമയകൃത്വ ലാഭോ ജയാജയോ തതോ യുദ്ധായുജ്യസ്യം നൈവം പാപവാപ്സ്യസി. ഇവിടെ സുഖവും ദുഃഖവും ഒക്കെ ഇങ്ങനെ